അച്ഛാ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ പറ്റിയുള്ള അച്ഛന്റെ ഓർമ്മകൾ ഒന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? നമസ്കാരം. അഭിനന്ദ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ഞാൻ ആദ്യം കാണുന്നത് മേലപ്ര ആശ്രമത്തില് അഭിനന്ദ PI മാത്യൂസ് റമ്പാച്ചന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന അനുഭവമാണ് എൻ്റെ മനസ്സിൽ ആദ്യത്തെ അദ്ദേഹത്തെ കുറിച്ചുള്ള പടം മനസ്സിലുള്ളത്. അത് കഴിഞ്ഞ് അദ്ദേഹം രണ്ടാമത് പിന്നീട് ഇവിടെ തന്നെ വീണ്ടും ഡൽഹി ഭദ്രാസനത്തിൽ നിന്നുള്ള 3 പേർക്ക് ഷമാശപ്പട്ടം നൽകുന്നതിന് വേണ്ടി മാത്യൂസ് റമ്പാച്ചൻ ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെ ഇവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പട്ടം കൂടെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു. അന്ന് റമ്പാച്ചന്റെ അടുക്കൽ അദ്ദേഹം ഒരു ചെറിയ മനുഷ്യനെ പോലെ, ഒരു കൊച്ചുകുട്ടിയെ പോലെ അദ്ദേഹം പെരുമാറിയെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വലിപ്പം ഞാൻ കാണുന്നു. കാരണം ഒരു ലോക പ്രശസ്തനായ വ്യക്തിത്വമായ അഭിനന്ദ തിരുമേനി മാത്യൂസ് റമ്പാച്ചന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാനും അദ്ദേഹത്തെ അറിയാനും പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാണെങ്കിലും ഈ സ്ഥലത്ത് വെച്ച് പട്ടംകുട നടത്തുന്നതിന്റെ ആ ഒരു സാങ്കത്യത്തെ കുറിച്ച്, പ്രത്യേകിച്ച് റമ്പാച്ചനുമായുള്ള ഒരു സാമീപ്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വാചാലനായി സംസാരിച്ചുകൊണ്ടാണ് അന്ന് പട്ടംകുട ശുശ്രൂഷ നിർവഹിച്ചത്. അതെന്റെ മനസ്സിലെ നല്ല ഓർമ്മകൾ ഇങ്ങനെ നിൽക്കുക. ഇത്രയും ലോക പ്രശസ്തനായ ഒരാള് വീണ്ടും മാത്യൂസ് റമ്പാച്ചനെ പോലുള്ള ഒരു ചെറിയ മനുഷ്യനെ, അല്ലെങ്കിൽ മറ്റു സ്ഥാനങ്ങൾ അധികമൊന്നുമില്ലാത്ത ഒരു ചെറിയ മനുഷ്യനെ ഇത്രയും ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും എന്താണ് എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉയർന്നു. പിന്നീടാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ അനുഭവങ്ങൾ മാത്യൂസ് റമ്പാച്ചൻ മരിച്ചതിന് ശേഷമുള്ള സമയത്ത് അഭിനന്ദ തിരുമനസ് കൊണ്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോഴാണ് പിന്നീട് ഈ ബന്ധത്തിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മരുഭൂമിയിലെ പാരിജാതം എന്നാണ് അഭിനന്ദ മാത്യൂസ് റമ്പാച്ചനെ ഗ്രിഗോറിയോസ് തിരുമനസ് കൊണ്ട് വിശേഷിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ചെറിയ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിൽ കാണുന്ന പച്ചിപ്പാണ് ശരിക്കും മാത്യൂസ് റമ്പാച്ചന്റെ ജീവിതം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ ലോകത്തിന്റെ ഒത്തിരി ആഗ്രഹങ്ങളും വ്യഗ്രതകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളിൽ അതിൽ നിന്ന് മാറി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനും ദൈവ സംസർഗത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാനും കഴിയുക എന്ന് പറയുന്നത് സാധാരണപ്പെട്ട മനുഷ്യന് സാധ്യമല്ല എന്നുള്ളതാണ് അഭിനന്ദ തിരുമേനിയുടെ വാക്കുകളിൽ ഞാൻ മനസ്സിലാക്കിയത്. അച്ഛാ, മാത്യൂസ് റമ്പാച്ചന്റെ ജീവിത വീക്ഷണം, പ്രത്യേകിച്ച് മാനവികതയെ പറ്റി, അല്ലെ അച്ഛൻ തന്നെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യനാവുക എന്നുള്ളതിന്റെ ഒരു അർത്ഥതലത്തെ പറ്റി, അതൊന്ന് നമ്മളോടൊന്ന് പങ്കുവെക്കാമോ? ഞാൻ പഠിക്കുന്ന കാലത്ത് അഭിനന്ദ റമ്പാച്ചന്റെ ജീവിതത്തെ കുറിച്ച് വായിക്കാനും പഠിക്കാനും അദ്ദേഹത്തെ അടുത്തറിയാനും കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഒരു ചെറിയ ലേഖനമാണത്. അതില് ഏറ്റവും പ്രധാനമായി എൻ്റെ മനസ്സിൽ തോന്നിയത്, അദ്ദേഹം എല്ലാ മനുഷ്യരെയും ദൈവത്തിന്റെ മക്കളായിട്ട് അദ്ദേഹം കണ്ടത്. അതുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ നിർവഹിച്ചത് ദൈവത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയായിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം തുമ്പോൺ ഭദ്രാസനത്തിന്റെ കിഴക്കൻ മലയോര മേഖലകളിലെ തണ്ണിത്തോട്, തേക്കുതോട്, തൂമ്പാക്കുളം, മണ്ണീറ, എലിമുള്ളംപ്ലാക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെ കുടിയേറ്റക്കാരായ കർഷകരോടൊന്നിച്ച് ആയിരിക്കാനും അവരെ ദൈവത്തിലേക്ക് നയിക്കുവാനുള്ള ശുശ്രൂഷകളാണ് അദ്ദേഹത്തിന്റെ വൈദിക ശുശ്രൂഷയിൽ വളരെ പ്രധാനപ്പെട്ട. അവിടങ്ങളിലെല്ലാം ഇന്ന് നല്ല ഇടവുകൾ ആയി തീർന്നിട്ടുണ്ട്. അത് അദ്ദേഹം എല്ലാവരെയും ദൈവത്തിന്റെ മക്കളായി കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെയുള്ള യാത്രകൾ ചെയ്തത്. അത് സ്വന്തം ജീവൻ അപകടം ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. വന്യമൃഗങ്ങളുടെയൊക്കെ ഗുരുതരമായ ആക്രമണങ്ങളും ശല്യങ്ങളും ഉള്ള സ്ഥലങ്ങളിലാണ് അദ്ദേഹം പോയി ഈ ശുശ്രൂഷകൾ നിർവഹിച്ചത്. അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഒറ്റപ്പെട്ട മേഖലകളിൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരെ ദൈവമക്കളായി കാണുവാനുമായിട്ട് അദ്ദേഹം ശ്രമിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ അനുഭവങ്ങളിൽ എപ്പോഴും നമ്മൾ കാണുന്നത് ദൈവമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം എന്ന് പറയുന്ന അപ്പനും മകനും തമ്മിലുള്ള ബന്ധമാണ്. അപ്പന്റെ അടുക്കൽ വളരെ ശാന്തമായിരുന്ന ഒരു മകൻ സംസാരിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് വളരെ ശാന്തമായി ദൈവവുമായി സംസാരിക്കുവാൻ, ഒരു അപ്പനോട് സംസാരിക്കുന്ന പോലെ ദൈവത്തോട് സംസാരിക്കാൻ, അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് തിരികെ ദൈവം
പറയുന്നത് കേൾക്കാൻ അദ്ദേഹത്തിന്റെ ഉൾക്കണ്ണുകളെയും ഉൾക്കാതുകളെയും തുറന്നു വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ തക്കവണ്ണം നിശബ്ദതയുടെ അനുഭവങ്ങൾ അദ്ദേഹം ദൈവസന്നിധിയിൽ ചെലവഴിച്ചു. അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അപ്പനും മകനും തമ്മിലുള്ള ബന്ധമാണെന്നുള്ളത് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു തരിക. അപ്പൊ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അദ്ദേഹം ലോകത്തിന് നൽകുന്ന പാഠം. അതുപോലെ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക, അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്വഭാവത്തിൽ വളരുക, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എളിമയുടെയും താഴ്മയുടെയും അനുഭവത്തിൽ മനുഷ്യനായി തീർന്ന് ക്രിസ്താനുഭവം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ആ ഒരു എളിമയുടെ അനുഭവത്തിലേക്ക് മാറി ജീവിക്കുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരിലും ആവശ്യമായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തില് നമ്മൾ കാണുന്ന ഒത്തിരി സ്ഥാനങ്ങളും മാനങ്ങളും അധികാരങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഘടനങ്ങളും പലതരത്തിലുള്ള വ്യത്യസ്തതകളുമൊക്കെ ഉള്ള ലോകത്തെ എല്ലാവരെയും ഒന്നായി കാണുവാനും അതുപോലെ തന്നെ എല്ലാവരോടും ഒരേ സ്നേഹം പങ്കുവയ്ക്കുവാനും കഴിയുക എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിശാലമായ മനുഷ്യ വീക്ഷണമാണ്. അതുകൊണ്ടാണ് മനുഷ്യർക്ക് ആവശ്യമായിരിക്കുന്ന നന്മകൾ ചെയ്യാൻ തക്കവണ്ണം ഒന്ന് പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് മനുഷ്യരെ നയിക്കുക. അതുപോലെ തന്നെ അദ്ദേഹം തന്റെ ജീവിതത്തില് അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്ന ആളുകളെ ഏത് ജാതിക്കാരാണെന്നോ മതക്കാരാണെന്നോ ഒന്നുമില്ലാതെ എല്ലാവരെയും അവരുടെ എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും അത് നിറവേറ്റി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഞാൻ കണ്ടത് കൂടുതലും വിശപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായി കണ്ടത്. അത് അദ്ദേഹം മലയോര മേഖലകളിലൊക്കെ അനേകം ആളുകളെ നിർത്തി കൃഷി ചെയ്യിച്ചു കൊണ്ടുവന്ന് അട്ടച്ചാക്കലിൽ അദ്ദേഹം താമസിക്കുമ്പോഴും അവിടെ ഈ പ്രത്യേകിച്ച് ലോകമഹായുദ്ധത്തിന്റെ കെടുതികളുടെ ആ ഒരു കാലഘട്ടം, പട്ടിണിയുടെ കാലഘട്ടം, ആ സമയത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വലിയ ലക്ഷ്യമായിരുന്നു. മറ്റൊന്നുമല്ല, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മനുഷ്യ ജീവിതത്തിന്റെ ഓരോ വേദനകളെയും പങ്കുവയ്ക്കാനാണെന്നുള്ള ബോധ്യത്തോടു കൂടി അദ്ദേഹം അത് കൈകാര്യം ചെയ്തിരുന്നു. അതുകൊണ്ട് സ്വന്തമായ നേട്ടങ്ങൾക്കും അധിക സ്ഥാനങ്ങൾക്കും അപ്പുറം ദൈവമാണ് എല്ലാവരുടെയും പിതാവ്, ദൈവവുമായുള്ള ബന്ധമാണ് മനുഷ്യ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതെന്നുള്ള അദ്ദേഹം നമുക്ക് നൽകുന്ന പാഠമാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളെയൊക്കെ മറന്നുകൊണ്ട് ഈ ലോകത്തിന്റെ മമതകളൊന്നുമില്ലാതെ ദൈവവുമായുള്ള ഒരു ബന്ധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളതെന്നൊക്കെയാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ. അച്ഛാ, റമ്പാച്ചനെ പറ്റി ഓർക്കുമ്പോൾ പൊതുവായിട്ട് ആദ്യം പറയുന്ന ഒരു വിശേഷണം അല്ലെങ്കിൽ ഒരു മഹത്തരമായ ഒരു ഗുണം എന്ന് പറയുന്നത് നിശബ്ദത തന്നെയാണ്. ഈ നിശബ്ദത അദ്ദേഹം ഗീവർഗീസ് ബാവയോട് ഉള്ള സംസാരത്തിലും അങ്ങനെയുള്ള അനേക ഘട്ടങ്ങളിലും ദൈവവുമായിട്ടുള്ള ബന്ധം അച്ഛൻ പറഞ്ഞതുപോലെ ഒരു കാര്യത്തിന് സൊല്യൂഷൻ ലഭിക്കുവാൻ പോലും ഈ സൈലൻസും അദ്ദേഹത്തിന് ഒത്തിരി പ്രയോജനപ്പെട്ടു. എന്നാൽ ഇത് അല്പം കൂടെ ഒന്ന് ക്ലാരിറ്റിയോടെ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ അച്ഛാ? അദ്ദേഹം ദൈവീയ സംസർഗത്തിന്റെ അനുഭവമായിട്ടാണ് നിശബ്ദതയെ കണ്ടിരുന്നത്. ഒന്ന്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, നിശബ്ദമായ ദൈവസന്നിധിയിൽ ഇരിക്കുക. അങ്ങനെ ദൈവവുമായുള്ള നിരന്തര ബന്ധം മനുഷ്യ ജീവിതത്തിൽ സൂക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ പാഠം അദ്ദേഹം നമുക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ലോകത്ത് ഇപ്പോഴും ജീവിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പം നവമാധ്യമങ്ങളുടെയൊക്കെ ഒരു വലിയ യുഗമാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് പലപ്പോഴും നിശബ്ദരായിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം ഒത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി. പ്രത്യേകിച്ച് മലയോര മേഖലകളിലുള്ള ഇടവുകളുടെ എല്ലാം പിതാവായിരുന്നു. അവിടെയൊക്കെ അന്ന് പോയി ആ അച്ഛന്മാരെ അയക്കാനും കൂടെ പോകാനും ശുശ്രൂഷ നടത്താനും അദ്ദേഹം കൂടെ നിന്നു. അതുപോലെ തന്നെ അട്ടച്ചാക്കൽ പ്രദേശത്ത് സ്കൂള് തുടങ്ങി അതുമായിട്ട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഈ ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങളുടെ ആരംഭ കാലഘട്ടമാണ്. അങ്ങനെയൊക്കെ ഒത്തിരി ഉള്ള പ്രയത്നങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നിട്ട് പോലും അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തെ കാണാൻ അനേകം ആളുകൾ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുമായിരുന്നു. അന്നേരം പോലും അദ്ദേഹം നിശബ്ദത ഭേദിക്കുവാനല്ല ആഗ്രഹിച്ചത്, മറിച്ച് ദൈവസംസർഗത്തിലായിരുന്നു കൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ദൈവസന്നിധിയിൽ നിന്ന് കേട്ട് ജനങ്ങളോട് അറിയിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് നിശബ്ദതയുടെ നിമിഷങ്ങളിൽ അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് മാത്രം വേർതിരിച്ചു. ആ സന്ദർഭങ്ങളിൽ കിട്ടിയ പ്രാർത്ഥനകള്, അദ്ദേഹത്തിന് കിട്ടിയ ദൈവിക മറുപടികള് അദ്ദേഹം മധുരഭാഷണം എന്നുള്ള പേരില്
കുറിച്ചുകൊണ്ടേയിരുന്നു. അതാണ് ഇപ്പോഴ് മധുരഭാഷണം എന്നുള്ള പേരിൽ ആശ്രമത്തിൽ നിന്ന് ബുക്കുകളായിട്ട് വാല്യങ്ങളായിട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു വലിയ ശ്രദ്ധേയമായ ഭാഗമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത ഒന്ന്. അതുപോലെ തന്നെ നിശബ്ദത അദ്ദേഹം ഒരു ഒളിച്ചോട്ടത്തിന് വേണ്ടിയല്ല അദ്ദേഹം എടുത്തത്, മറിച്ച് മനുഷ്യ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വരും. അപ്പം മൗനമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരമരുളുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഞാൻ എൻ്റെ ബാല്യകാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള രോഗങ്ങളിൽ കഷ്ടപ്പെട്ടു വന്ന അനേകം ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ മാനസിക രോഗികള്, പിശാച് ബാധിതര് പള്ളിമുറ്റത്ത് വന്നു കയറുമ്പോൾ തന്നെ അവർ ശാന്തരാകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ അടുക്കൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഒത്തിരി എൻ്റെ ബാല്യകാലങ്ങളിൽ ഞാൻ കണ്ടു വളർന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന് സാധിക്കുമോ എന്നുള്ളതായിരുന്നു എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. കാരണം ഒരു നിശബ്ദതയുടെ അനുഭവത്തിൽ പോയത് കൊണ്ട് അദ്ദേഹം ഒരു വലിയ ദൈവികനായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇതൊക്കെ സാധിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന വേറെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാരണം ആ കാലഘട്ടത്തിലും ഇന്നത്തെ പോലെ എതിർക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതായത് സഭയിൽ നിന്നായാലും വേണ്ടതായ പിന്തുണയൊന്നും ലഭ്യമാകാതെ പലരും അദ്ദേഹത്തെ എതിർത്തിരുന്ന ഒരു കാലഘട്ടം. അപ്പൊ അങ്ങനെ എതിർത്തിരുന്ന കാലഘട്ടത്തിൽ പോലും അവരോട് മറുപടി പറയാനോ അവർക്കെതിരെ നിൽക്കാനോ ഒന്നും അല്ല അദ്ദേഹം ശ്രമിച്ചത്. അന്നേരവും തന്റെ മുറിക്കുള്ളിൽ കടന്ന് അല്ലെങ്കിൽ ചാപ്പലിനുള്ളിൽ വന്ന് സമ്പൂർണമായി മൗനം പാലിച്ചുകൊണ്ട് ദൈവബന്ധത്തിൽ നിന്ന് കിട്ടുന്ന ഉത്തരം എന്താണോ അത് മനസ്സിൽ സൂക്ഷിക്കുവാനും, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ ജീവിതത്തിൽ ദൈവ സംസർഗത്തിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടുമെന്നുള്ള ബോധ്യത്തോടെ അദ്ദേഹം ജീവിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പൂർണ്ണതയിൽ അദ്ദേഹത്തെ എതിർത്തിരുന്നവരെല്ലാവരും അദ്ദേഹത്തിന്റെ കൂട്ടുകാരായി, അനുയായികളായി, അദ്ദേഹത്തോടൊപ്പം നിന്നവരായി വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം കൂടി, നല്ല അനുഭവങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിശബ്ദതയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ എതിർക്കുകയല്ല, മറിച്ച് അതിനെതിരെ ദൈവത്തിൽ നിന്ന് ഉത്തരം കണ്ടെത്തുവാൻ തക്കവണ്ണമുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ ദൈവം സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുമെന്നുള്ള ഒരു ബോധ്യം മനുഷ്യ ജീവിതത്തിൽ നൽകുവാൻ തക്കവണ്ണം മാത്യൂസ് റമ്പാച്ചന്റെ മൗനത്തിനിടയാകുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അന്ന് ഈ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അന്നേരം തന്നെ ഭക്ഷണം കഴിക്കാൻ ആശ്രമത്തിൽ ഇല്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കേൾക്കാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ആശ്രമത്തിന്റെ കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോൾ ഒരു പൈസ പോലും കയ്യിൽ വെക്കാതാണ് പണി തുടങ്ങുന്നത്. പക്ഷെ അതൊക്കെ അനുഗ്രഹകരമായി 1982 30 ലക്ഷം രൂപയൊക്കെ കണ്ടെത്തി ഒരു കെട്ടിടം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലൊന്നും ഇല്ലാതിരുന്ന അനുഭവത്തിൽ അദ്ദേഹത്തിന് വന്നു ചേർന്നതാണ്. കാരണം പ്രാർത്ഥിച്ച മനുഷ്യന് മറ്റുള്ളവര് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ പ്രതിഫലനമായി അദ്ദേഹത്തിന്റെ സന്നിധിയിൽ കൊണ്ട് കൊടുത്തിട്ടുള്ളതായി ഈ സ്ഥാപനവും ഇതിന്റെ ഇന്ന് കാണുന്ന ഈ സംവിധാനങ്ങളും എല്ലാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ആരോടും ചോദിക്കാതെ തന്നെ ദൈവം തരുമെന്നുള്ള ഒരു ബോധ്യത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുന്നേറാൻ കഴിഞ്ഞു. അച്ഛാ, റമ്പാച്ചന്റെ സാമൂഹിക ദർശനം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, അതിനെപ്പറ്റി അച്ഛൻ ഇപ്പൊ വിശദീകരിക്കുകയുണ്ടായി. എന്നാലും അദ്ദേഹത്തിന് ഈ കാഴ്ചപ്പാടുകളും അദ്ദേഹം ഇത്രയും വലിയ സംഭാവനകൾ ഒരു ചാപ്പലിൽ മാത്രം നിന്ന് പ്രാർത്ഥിക്കാതെ സമൂഹത്തോടും കൂടെ ഒരു വലിയ പ്രതിബദ്ധത ഉണ്ടാകുവാൻ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും എന്തൊക്കെയായിരുന്നു? അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് പരിശുദ്ധ ബസേലിയോസ് ഗിയോറീസ് ദ്വിതീയൻ ബാവ. അദ്ദേഹത്തോട് ഒരുമിച്ച് ജീവിച്ച സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം ഇദ്ദേഹത്തിന് മാത്യൂസ് റമ്പാച്ചന് പകർത്താൻ കഴിഞ്ഞു. 2, പരിശുദ്ധ പാമ്പാടി തിരുമേനി. അദ്ദേഹത്തിന്റെ ഒപ്പം ജീവിച്ചിരുന്നപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു മനസ്ഥിതി, അതും ഇദ്ദേഹത്തിന് പകർത്തിയെടുക്കാൻ കഴിഞ്ഞു. ആ പിതാവിന്റെ മനസ്സ് ഇദ്ദേഹത്തിന് ആവഹിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ സ്വന്തം പട്ടിണിയല്ല വിഷയം, മറ്റുള്ളവന്റെ വിശപ്പാണ് വിഷയം എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി അവസാനത്തെ ഒരു പിടി ആഹാരം വരെയും മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പാമ്പാടി തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭ്യമാകുന്ന ഒരു ജീവിതാനുഭവം. മൂന്നാമത് പത്തനാപുരത്തുള്ള അഭിയന്യ തോമാമാർ ദിവന്യാസ്യോസ് തിരുമേനിയോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ജീവിതമുണ്ട്. തോമാമാർ ദിവന്യാസ്യോസ് തിരുമേനിയെ കുറിച്ച് പറയുന്നത് കാട്ടുപത്തനാപുരത്തെ നാട്ടുപത്തനാപുരമാക്കി എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയൊരു
കേന്ദ്രമാക്കി പത്തനാപുരം മാറുവാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യമാണ്. അപ്പൊ ആ സാന്നിധ്യം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും മനുഷ്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരമരുളുക, അത് വിദ്യാഭ്യാസപരമായുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കുക, ഓരോ സ്ഥലത്തും മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെ കൊണ്ടെത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ 3 പിതാക്കന്മാരിൽ നിന്നും ആർജിച്ചെടുത്തതാണ്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും സൂക്ഷിക്കുവാനും അദ്ദേഹം അത് പങ്കുവെക്കുവാനും കഴിഞ്ഞു എന്നുള്ളത്. പ്രത്യേകിച്ച് അട്ടച്ചാക്കലിൽ ഇപ്പോൾ സ്കൂളിന്റെ ചുമതലയിൽ ഞാൻ നിൽക്കുമ്പം എനിക്ക് കേൾക്കാൻ കഴിയുന്ന ഒത്തിരി നല്ല അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഓർത്തഡോക്സുകാരോ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരോ അല്ല, ഇതര മതസ്ഥരായ അനേകം ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അട്ടച്ചാക്കലിലെ തിരുമേനി ഇല്ലായിരുന്നെങ്കിൽ, അദ്ദേഹത്തെ അവിടെ പിതാവെന്നും തിരുമേനിയും എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്, അട്ടച്ചാക്കലെ തിരുമേനി ഇല്ലായിരുന്നെങ്കിൽ പട്ടിണി കൊണ്ട് ഞങ്ങൾ മരിക്കുമായിരുന്നു. ഒരു വലിയ രാഷ്ട്രീയ സ്ഥാനിയായി നിന്ന ഒരു മനുഷ്യൻ ഞങ്ങളുടെ സ്കൂൾ മീറ്റിംഗിൽ പ്രസംഗിച്ചതാ, ഞങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് അട്ടച്ചാക്കൽ പള്ളിയിൽ വെച്ച് അദ്ദേഹം കഞ്ഞി വിളമ്പി തന്നതും പിന്നീട് സ്കൂള് പഠിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരുക്കി തന്നതുമാണ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കാനായിട്ടിടയായി. അതുപോലെ തന്നെ ഒരു ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പലായി, ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത ഒരു അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്, അട്ടച്ചാക്കൽ സ്കൂൾ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പഠിക്കുകയില്ലായിരുന്നു, ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയില്ലായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാനത്തൊന്നും എത്താൻ പോകുന്നുമില്ല. അപ്പൊ ഇതാണ് അദ്ദേഹം ഒരു നാടിന്റെ പ്രശ്നത്തെ അറിഞ്ഞ് അതിനുത്തരം നൽകി അവരുടെ വിശപ്പ് മാറ്റാനായിട്ട് അദ്ദേഹം കൂടെ നിന്നു. അതുപോലെ തന്നെ ആ പ്രദേശത്തെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല നേതൃത്വം എടുത്തു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ സാമൂഹ്യ വീക്ഷണമാണ്. അതുകൊണ്ട് ആ സ്ഥാപനങ്ങളിൽ പഠിച്ച അനേകം ആളുകള് സമൂഹത്തിന്റെ ഉന്നത നിലയിലേക്ക് ഉയരുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ ഒരു സാമൂഹ്യ ദർശനം മുഖാന്തരം ഇടയായിട്ടുണ്ട് എന്നുള്ളതാണ് നാം കാണുന്നത്. അതുപോലെ തന്നെ ഈ ആശ്രമം സ്ഥാപിക്കുന്നതിന്റെ പിന്നിലുള്ള അദ്ദേഹത്തിന്റെ ദർശനവും ഇത് തന്നെയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന അനേകം ആളുകൾ ഉണ്ടാകണം. അത് മുഖാന്തരം മനുഷ്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരമരളാൻ തക്കവണ്ണം ഈ സ്ഥാപനം ഇടയാകണം. അതുകൊണ്ടാണ് ഇന്നും ഈ വർഷം സെപ്റ്റംബർ മാസം 4-ാം തീയതി ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഓർമ്മ. ഇവിടെ ഞങ്ങളാരും കണ്ടിട്ടില്ലാത്ത അനേകം ആളുകളെ ഇവിടെ ഓർമ്മയ്ക്കും ഈ പരിപാടികളിലും ഒക്കെ വന്നിരുന്നു. ഞങ്ങളാരും ക്ഷണിച്ചിട്ടൊന്നുമല്ല. കാരണം സമൂഹത്തിന്റെ നാനാ തലങ്ങളിലുള്ളവർക്ക് അദ്ദേഹത്തെ അടുത്തറിയാൻ കഴിഞ്ഞവരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ഇന്ന് ജീവിതത്തിൽ ലഭ്യമായിട്ടുള്ളവരുമാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ കബറിടത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഓരോ മനുഷ്യരും തന്റെ മുമ്പിൽ വരുമ്പം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യം ഭക്ഷണം കഴിച്ചതാണോ, എന്നിട്ട് ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണം അദ്ദേഹം ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ മനുഷ്യന്റെ വിശപ്പാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനമെന്ന് മനസ്സിലാക്കുകയും അതിന് പരിഹാരം കണ്ടതിന് ശേഷം അവരോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പൊ അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ തക്കവണ്ണം, അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിന്റെ വേദനകളെ പരിഹരിക്കാൻ തക്കവണ്ണം മാത്യൂസ് റമ്പാച്ചൻ വളരെ മുൻകൈ എടുത്ത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അതിനുവേണ്ടി ഉരിഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് അനേകം ആളുകളുടെ മനസ്സിൽ ഒരു പിതാവായി, ഞാൻ പറഞ്ഞതുപോലെ ഒരു തിരുമേനിയായി, തിരുമേനി എന്നുള്ള പദം അദ്ദേഹത്തെ മറ്റുള്ളവർ സ്നേഹത്തിന്റെ ആഴങ്ങളിൽ വിശേഷിപ്പിക്കുന്ന പദമാണ്. അപ്പൊ അങ്ങനെയൊക്കെ അദ്ദേഹം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതാണ് അദ്ദേഹത്തെ സമൂഹവുമായുള്ള ബന്ധത്തെക്കുറിച്ച് കാണുന്നത്. പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി അച്ഛൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ ആദരവോടെ കണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മാത്യൂസ് റമ്പാച്ചൻ. അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചു എന്ന് അദ്ദേഹം പബ്ലിക്കലി പറഞ്ഞിട്ടുമുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുമുണ്ട്. അദ്ദേഹം പറയുന്നത് മാത്യൂസ് റമ്പാച്ചൻ പരുമല തിരുമേനിയെ പോലെ ആത്മീയമായി പക്വതയും അച്ചടക്കവും ഉള്ളവനായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ പ്രസ്താവന അച്ഛനൊന്ന് വിശദീകരിക്കാമോ? ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒന്ന്, അദ്ദേഹം, ഞാൻ ആരംഭത്തിലെ പറഞ്ഞു, പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതും വണങ്ങുന്നതും എന്നെ അത്ഭുതപ്പെടുത്തുക ഇപ്പോഴും. കാരണം ലോകം മുഴുവൻ കണ്ട് ദലൈലാമയെ പോലുള്ള ആത്മീയ ഔന്നത്യങ്ങളിൽ നിൽക്കുന്നവരുമായി ബന്ധം പുലർത്തുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ട് ഒരു വളരെ ശാന്തനായ ഒരു റമ്പാച്ചന്റെ മുമ്പാകെ അദ്ദേഹം വഴങ്ങുന്നു എന്നൊക്കെ പറയുമ്പം അതിനകത്ത് എന്തോ ഒരു ദൈവികത ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. പരുമല തിരുമേനിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പരുമല തിരുമേനി ബാല്യം മുതലേ
സമ്പൂർണമായ ദൈവസന്നിധിയിൽ സമർപ്പിതനാണ്. സംഭാഷന്റെ ജീവിതം അത് തന്നെയാണ് കാണിച്ചു തരുന്നത്. അദ്ദേഹം 6-ാം മാസത്തിൽ അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞാണ്. പിന്നീട് സഹോദരിയാണ് വളർത്തുന്നത്. ആ സഹോദരി വളർത്തിയ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായി കാണപ്പെടുക, സ്കൂളിൽ ബെഞ്ചിൽ കമന്നു കിടന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ ഒരു അനുഭവം അദ്ദേഹത്തിന്റെ മനസ്സിൽ കിട്ടിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പം വിരുന്നുകാരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനപ്പുറമായി ആരും അറിയാതെ കച്ചുത്തുറവിന്റെ പുറകിലും തട്ടിൻ പുറത്തുമൊക്കെ പോയി ചൂടുപാളയുടെ കീഴിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് ബാല്യം മുതൽ ദൈവത്തിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട ഒരു ജീവിതമായതുകൊണ്ടാണ്. അത് പരിമള തിരുമേനിയുടെ ജീവിതവുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായി കാണുന്ന, അത് ഗ്രിഗോറിയോസ് തിരുമേനി മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം 5th ലെവലിലെങ്ങാണ്ട് പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് പുനലൂരുള്ള തമിഴ് വംശജര് ജോലി ചെയ്യുന്ന തോട്ടത്തിൽ, എസ്റ്റേറ്റിൽ പോയി സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോകുന്നത്, കുളത്തൂപ്പുഴ ഭാഗത്തൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് ഇന്നത്തെ ഇന്ന് വൈദികരായ നമുക്ക് സാധിക്കാത്തതാണ്. ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന അദ്ദേഹം അന്ന് സുവിശേഷം അറിയിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹം പോകുന്ന വഴിയിൽ നമ്മൾ കാണുന്നത് ഒത്തിരി ദൈവ അനുഭവങ്ങളാണ്. കാര്യം ആ തോട്ടത്തിൽ ചെല്ലുന്നുണ്ട്, തോട്ടത്തിന്റെ റൈറ്റർ അവിടെ ഇല്ല. അപ്പൊ ആ തോട്ടത്തിലെ സൂക്ഷിപ്പുകാരൻ പറയാ, എന്റെ യജമാനൻ പറയാതെ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും തരികയില്ലെന്ന് പറയാം. അത് കഴിഞ്ഞ് ഇവര് മാറിയിരുന്ന് അവിടെ എവിടെയോ ഒരു പ്രത്യേക സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഇവര് 4 പേരും കൂടെ പാട്ടുപാടി പ്രാർത്ഥിക്കുന്നതിന്റെ ശബ്ദം കേട്ട് രാത്രിയിൽ 2 മണിക്ക് ഒരു മനുഷ്യൻ പ്രാന്തലും കത്തിച്ചു വന്ന് ഭക്ഷണവുമായിട്ട് വരിക. അപ്പൊ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ ദൈവം വിളിച്ചുണർത്തി വിടുക, എന്റെ 4 മക്കള് പട്ടിണി കിടക്കുന്നു, നീ അവർക്ക് ഭക്ഷണം കൊണ്ടെത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അയക്കുക. അപ്പൊ ആ ഭക്ഷണവുമായിട്ട് കൊണ്ടുവന്ന്, അതൊക്കെ ഒരു അത്ഭുതകരമായ ജീവിതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാല്യകാലത്തിൽ തന്നെ. അപ്പൊ അതുപോലെ തന്നെ ഒരു വൈദികനായതിനു ശേഷവും അദ്ദേഹത്തിന് വേണമെങ്കിൽ വളരെ ശാന്തമായ ഒരു പള്ളിയുടെ ശുശ്രൂഷയിൽ ഒതുങ്ങിക്കൂടാമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല അദ്ദേഹം ചിന്തിച്ചത്. മലയോര മേഖലകളിൽ കാട്ടുപ്രദേശത്ത് പള്ളി വേണ്ട എന്ന് ചിന്തിച്ച പലരുടെയും ഇടയിൽ അവിടെ ഉള്ളവർക്കും ആരാധിക്കണോ, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകണമെന്ന് വിചാരിച്ച് അവരുടെ ഇടയിലേക്ക് ഒരു മിഷൻ പ്രവർത്തനവുമായിട്ട് പോവുക. അതും പരിമള തിരുമേനിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ മിഷൻ ത്വര. ആ ഒരു ത്വരയാണ് മാത്യൂസ് റമ്പാച്ചന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ആ ഒരു അനുഭവമാണ് പരിമള തിരുമേനിയുടെ ജീവിതവുമായി അഭിനന്ദ ഗ്രിഗോറിയോസ് തിരുമേനി മാത്യൂസ് റമ്പാച്ചന്റെ ജീവിതത്തെ കണക്ട് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ ഗ്രിഗോറിയോസ് ദ്വിതീയൻ ബാവായുടെ ജീവിതം, പാമ്പാടി തിരുമേനിയുടെ ജീവിതം, ബദനിയിലെ തെവോദോസ്യൂസ് തിരുമേനിയുടെ ശുദ്ധമായ പരിശുദ്ധ ജീവിതം, ഇതെല്ലാം കണക്ട് ചെയ്താണ് ഡോക്ടർ സാമുവൽ ചന്ദനപ്പള്ളി സാറും അഭിമന്യ റമ്പാച്ചനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ആ നിരയിൽ നിൽക്കുന്ന വ്യക്തിത്വമെന്നാണ് സാമുവൽ ചന്ദനപ്പള്ളി സാർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഇവരുടെ എല്ലാം ഒരു തലങ്ങളിലേക്ക് ഉയരുവാൻ തക്കവണ്ണം ബാല്യം മുതലേ അദ്ദേഹത്തിന് ഒരു ദൈവനിയോഗം ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആകമാനം നമ്മൾ കാണുന്നത്. അത് 87-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ഇഹലോകവാസം വെടിയുന്നത് വരെയും ആ ദൈവികമായ ഒരു അനുഭവം സൂക്ഷിക്കാനും ഒരു വിശുദ്ധിയുടെ അനുഭവത്തിൽ നിലനിൽക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതായിരിക്കാം അദ്ദേഹത്തെ പരിമള തിരുമേനിയുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് ഗ്രിഗോറിയോസ് തിരുമേനി ചിന്തിക്കാൻ തന്നെ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ മത്സര അധിഷ്ഠിതമായ ലോകത്തിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്ക് അല്ലെ ഇന്നത്തെ തലമുറയ്ക്ക്, മാത്യൂസ് റമ്പാച്ചന്റെ ജീവിതത്തിൽ നിന്നും പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില ഗുണപാഠങ്ങൾ ഒന്ന് പറഞ്ഞു തരാമോ? ഒന്ന്, അദ്ദേഹത്തിന് എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും സഭയെയും പിതാക്കന്മാരെയും ബഹുമാനിക്കുന്നതിൽ മാത്യൂസ് റമ്പാച്ചൻ ഒന്നാമനാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ പലരിൽ നിന്നും ഉണ്ടായി. പക്ഷെ അദ്ദേഹം ഒരിക്കലും അവരെ ആരും തള്ളിപ്പറഞ്ഞില്ല. പിതാക്കന്മാരോടുള്ള ബഹുമാനവും വിധേയത്വം, അത് ഈ പറഞ്ഞതുപോലെ 87-ാമത്തെ വയസ്സിലും അദ്ദേഹം പരിശുദ്ധ ബാവാതിരുമേനിയൊക്കെ വന്നാൽ, ബാവാതിരുമേനി അഭിമന്യ തിരുമേനിമാരും ഒക്കെ വന്നാൽ എത്ര ദൂരം വേണമെങ്കിലും നടന്നു ചെന്നവരെ കാണുന്നതിനും അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനും അവരുടെ കൂടെ ഇരിക്കുന്നതിനും ഒക്കെ അദ്ദേഹം വളരെയധികം മനസ്സ് കാണിച്ചിരുന്നു. അത് അദ്ദേഹത്തിന്റെ സഭയുമായുള്ള ഒരു ദീർഘമായ സ്നേഹത്തെയും ബന്ധത്തെയുമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബാവാതിരുമേനിയുടെ അടുക്കൽ അദ്ദേഹം മൗനവ്രതത്തിന് വേണ്ടിയുള്ള അനുവാദം ചോദിച്ചുകൊണ്ടുള്ള കത്തെഴുതുമ്പോൾ അതിലും പറയുന്നതാണ്, ഈ സഭ നേരിടുന്ന പ്രശ്നങ്ങൾക്ക്
അസമാധാനങ്ങൾ ഇല്ലാതാകുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം വേർതിരിക്കുന്നുവെന്നാണ്. അപ്പൊ അവിടെയെല്ലാം കാണുന്നത് സഭയുമായുള്ള ഒരു നല്ല ബന്ധം സൂക്ഷിക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത്. അതാണ് യുവജനങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മുമ്പില് നമുക്ക് എന്തെങ്കിലും കിട്ടിയോ എന്നുള്ളതല്ല, ഈ സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, എങ്ങനെ പിതാക്കന്മാരെ സ്നേഹിക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും കഴിയും. അതാണ് യുവജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം നമുക്കെല്ലാം നൽകുന്ന ഒരു നല്ല മാതൃകയാണ്. ഈ ലോകത്ത് എന്തെല്ലാം ആഡംബരങ്ങൾ ഉണ്ടെങ്കിലും ഏതെല്ലാം ജീവിത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അതിനെ നിസ്സാരമായി എണ്ണുവാനും അതിനപ്പുറത്ത് ദൈവമാണ് നമ്മളെ നയിക്കുന്നതും നടത്തുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനുള്ളവരാണ് നമ്മൾ. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ നൽകാനും തക്കമാണ്. അതായത് ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളല്ല, അതിനപ്പുറത്ത് ദൈവികമായ ഒരു പദ്ധതി നമ്മിൽ നിറവേറണമെന്നുള്ള ഒരു സമർപ്പണം, അതാണ് യുവജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കും. ഇന്നിപ്പോ നമുക്ക് ഇച്ഛിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ നിരാശരാകും, നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അവിടെയാണ് ദൈവം ആ മനുഷ്യനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. അപ്പൊ ദൈവം നമ്മളെ വഴി നടത്തുന്നുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിതരാകുക എന്നുള്ള ഒരു സന്ദേശം അദ്ദേഹം നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ എല്ലാവരെയും ഒന്നുപോലെ കാണാൻ കഴിയും. അത് ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി വേർതിരിവുകളുണ്ട്. ഇപ്പം നമ്മൾ പറയും അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, സോഷ്യലിസം ആണെന്നൊക്കെ പറയുമ്പോഴും അതിനൊക്കെ അപ്പുറത്ത് ഒത്തിരി വേർതിരിവുകൾ നമ്മുടെ എല്ലാം ഇടയിലുണ്ട്. അപ്പൊ ഈ വേർതിരിവുകളൊന്നുമില്ലാതെ മനുഷ്യ സമൂഹത്തെ ഒന്നായി കാണാനും അവരെ ഉൾക്കൊള്ളാനും അവർക്ക് വേണ്ടി കരുതലുകൾ ചെയ്യുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മൾ യുവജനങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് വേദപുസ്തകം വായിക്കാനും പ്രാർത്ഥിക്കാനും ആരാധനയിൽ സംബന്ധിക്കാനും പലപ്പോഴും സമയമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജോലികൾ, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ അതിന് തടസ്സം ചെയ്യുന്നു എന്നാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. എന്നാൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിൽ ദൈവസംസർഗം ഇല്ല എങ്കിൽ ഒന്നുമില്ല എന്നുള്ള ഒരു പാഠം അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് യുവജനങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തെല്ലാം ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായാലും ഒന്നുമില്ലെങ്കിലും അതിനപ്പുറം ദൈവത്തെ അടുത്തറിയുക എന്നുള്ളതും ദൈവവചനം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ശാന്തമായി പ്രാർത്ഥിക്കുന്നതിനും സഭയുടെ ആരാധനയിൽ വിശുദ്ധിയോടെ സംബന്ധിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു ആഹ്വാനം മാത്യൂസ് റമ്പാച്ചന്റെ ജീവിതം നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ എന്തിനോടും ഏതിനോടും പ്രതികരിക്കുന്ന ഈ ശബ്ദമുഖരിതമായ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നിശബ്ദതയിലൂടെ ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സഹനത്തോടെ സഹിഷ്ണുതയോടെ പെരുമാറാൻ നമുക്ക് കഴിയും എന്നുള്ള ഒരു പാഠം കൂടി അഭിനയ മാത്യൂസ് റമ്പാച്ചൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് യുവജനങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന സന്ദേശം. ഏറ്റവും പ്രധാനമായി ദൈവത്തെ അറിയുക, ദൈവസ്നേഹികളായി വളരുക, അതുപോലെ തന്നെ ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക, ആരാധനയിൽ സംബന്ധിക്കുക. ഇതൊക്കെ അഭിനയ മാത്യൂസ് റമ്പാച്ചൻ നമുക്ക് നൽകുന്ന, യുവജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഒത്തിരി സന്തോഷം. അച്ഛൻ വളരെ ഭംഗിയായി മാത്യൂസ് റമ്പാച്ചന്റെ ജീവിതം ഇന്നത്തെ കാലിക പ്രസക്തിയോടെ അച്ഛൻ നമ്മളോട് പറയുകയുണ്ടായി. പ്രത്യേകിച്ചും ഗ്രിഗോറിയോസ് തിരുമേനി റമ്പാച്ചനെ പറ്റിയുള്ളതായ അഭിപ്രായങ്ങളൊക്കെയും വളരെ ഭംഗിയായി അച്ഛൻ വിശദീകരിക്കുകയും അച്ഛനെ നേരിട്ട് കണ്ടിട്ടുമുള്ള ഒരു കാര്യമായതുകൊണ്ട് അതല്പം കൂടെ വ്യക്തമായി നമ്മളോട് പറയുവാൻ അച്ഛന് തീർച്ചയായിട്ടും സാധിച്ചു. അച്ഛനോടുള്ള എല്ലാ നന്ദി സ്നേഹം അറിയിക്കുന്നു. അച്ഛന്റെ പ്രാർത്ഥനയിൽ ഈ ഒരു സംരംഭത്തെ ഓർക്കണമേ. താങ്ക് യു അച്ഛാ, താങ്ക് യു അച്ഛാ. എല്ലാ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. താങ്ക് യു.